innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu ashhadu an la ilaha illallah wahdahu la sharika lahu وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും തഖ്വയോടുകൂടി സൂക്ഷ്മതാബോധത്തോടുകൂടി ജീവിക്കണേ എന്ന് ആമുഖമായി ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ, സ്വർഗം അനന്തരമെടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ബലിപെരുന്നാളിനു കൂടി സാക്ഷികളാവാൻ, ആഘോഷത്തിൽ പങ്കെടുക്കാൻ, അള്ളാഹുവിനെ സ്മരിക്കാൻ, തക്ബീർ ധ്വനികൾ മുഴക്കാൻ, ഈ പള്ളിയിൽ ഇങ്ങനെ ഒത്തുകൂടാൻ അള്ളാഹു നമുക്ക് ആയുസ്സും ആരോഗ്യവും അവസരവും നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മഹനീയമായ സന്ദേശമാണ് ബലിപെരുന്നാൾ. ബലിപെരുന്നാൾ മാത്രമല്ല, ഹജ്ജും അതിന്റെ കർമ്മങ്ങളുമെല്ലാം മഹാനായ ഒരു പ്രവാചകന്റെയും ആ പ്രവാചകന്റെ കുടുംബത്തിന്റെയും ത്യാഗോജ്ജലമായ ഒരു ചരിത്രത്തെ നമുക്ക് ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കഅബയെ തവാഫ് ചെയ്യുമ്പോൾ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ, ഹിജ്ർ ഇസ്മായിലിന്റെ അരികിലൂടെ കടന്നു പോകുമ്പോൾ, സഫയിലും മർവയിലും കയറി ഇറങ്ങുമ്പോൾ, സംസം നാം കുടിക്കുമ്പോൾ, മിനയിൽ താമസിക്കുമ്പോൾ, ജംറകളിൽ എറിയുമ്പോൾ എല്ലാം നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്നത് ആരാണ്? നാം ആരെയാണ് ഓർക്കുന്നത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന വലിയ നിയ്യത്തിൽ നിന്നുകൊണ്ട് ആരാധനകൾ നിർവഹിക്കുമ്പോഴും ഒരു കുടുംബം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു പ്രവാചകൻ നമ്മുടെ ചിന്തയിലൂടെ കടന്നു പോകുന്നുണ്ട്. മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാമും ഇബ്രാഹിം അലൈഹിസ്സലാമയെയും ഹാജറിനെയും നാം ഓർക്കുന്നുണ്ട്. ആരായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം? ആ പ്രവാചകന്റെ കൗമാരം എന്തായിരുന്നു? ആ പ്രവാചകന്റെ യുവത്വം എങ്ങനെയുള്ളതായിരുന്നു? ആ പ്രവാചകന്റെ വാർദ്ധക്യകാലം എങ്ങനെയാണ് ചെലവഴിച്ചത്? ആ പ്രവാചകന്റെയും കുടുംബത്തിന്റെയും ജീവിതം എങ്ങനെയാണ് ആ പ്രവാചകൻ നിർവഹിച്ച് കടന്നുപോയത്? സാമൂഹിക ജീവിതം എന്തായിരുന്നു? എല്ലാറ്റിനും നമുക്ക് നൽകാനുള്ളത് ഒറ്റ ഉത്തരമാണ്. നിറയെ പരീക്ഷണങ്ങൾ നിറഞ്ഞ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും നിമിഷങ്ങളും മാസങ്ങളും മണിക്കൂറുകളും ആഴ്ചകളും വർഷങ്ങളുമാണ്
ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന ഒറ്റ മനുഷ്യ ജന്മം, ഒരു പ്രവാചക ജന്മം നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക, നമ്മുടെ കാഴ്ചപ്പാടിൽ, ആധുനിക മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ ഒട്ടും കളറല്ലാത്ത അങ്ങേയറ്റം പ്രയാസകരമായ ഒരു ജീവിതം എന്ന് നമുക്ക് വിലയിരുത്താവുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭൗതികമായ ഒരു തലത്തിൽ വീക്ഷിക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പരലോകത്തിൽ വിശ്വസിക്കുന്ന സ്വർഗനരകങ്ങളിൽ വിശ്വസിക്കുന്ന, വിചാരണയിൽ വിശ്വസിക്കുന്ന, ഖബറിന്റെ ശിക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാർത്ഥകമായ, അർത്ഥപൂർണമായ ജീവിതമാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമി ലോകത്ത് കാഴ്ചവെച്ച് കടന്നുപോയത്. നോക്കൂ, നമ്മൾ എന്തുകൊണ്ട് അത്തരം പൊതുവിൽ ഒരു പ്രയാസകരമായ ജീവിതം എന്ന ഒരു വിലയിരുത്തലിലേക്ക് എങ്ങനെ എത്തും? നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും വഴികളെ കുറിച്ച് ചിന്തിക്കാത്ത ആളുകളാണ്. നമ്മൾ സ്വന്തത്തിലേക്ക് ചുരുങ്ങുന്ന ആളുകളാണ്. ത്യാഗവും സഹനവും അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന, വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ഇഷ്ടങ്ങളാണ്. നാം നമ്മുടെ ദേഹത്തിന്റെ ഇച്ഛയെ തൃപ്തിപ്പെടുത്താനാണ് ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും ചിന്തിക്കുന്നതും ആസൂത്രണം ചെയ്യുന്നതുമെല്ലാം. എങ്ങനെ തന്റെ ദേഹേച്ഛയെ തൃപ്തിപ്പെടുത്താമെന്ന ഒരു ചിന്തയിലാണ് നിലനിൽക്കുന്നത്. ആഘോഷങ്ങൾ കൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ ആസ്വാദനങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ജീവിതം വളരെ സുഖകരമാണ് എന്ന വിലയിരുത്തലിലെത്താൻ നമുക്ക് കഴിയുകയുള്ളൂ. നമുക്ക് മുമ്പേ കടന്നുപോയ മഹാരഥന്മാരുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരായുസ് മുഴുവൻ ഓടിത്തളർന്നവർ നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. ഓടിക്കിതച്ച് ചോര തുപ്പിയവർ നമുക്ക് മുമ്പ് കടന്നുപോയിട്ടുണ്ട്. കുടുംബത്തെ പരിഗണിക്കാതെ സ്വന്തം ഇഷ്ടങ്ങളെ ബലികഴിച്ച് സ്വന്തം ജീവിതത്തെ മറന്ന് താല്പര്യങ്ങളെയും ആഗ്രഹങ്ങളെയും മാറ്റിവെച്ച് സ്വന്തം സമ്പത്തും ആരോഗ്യവും ആയുസ്സുമെല്ലാം നന്മയുടെ മാർഗത്തിൽ ചെലവഴിച്ച, സമർപ്പിച്ച, ത്യാഗം ചെയ്ത ഒരുപാട് മഹാരഥന്മാർ നമുക്ക് മുമ്പേ കടന്നുപോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ലോകം അവരുടേതാണ്. ഈ ലോകത്തുണ്ടായ ഓരോ മുന്നേറ്റങ്ങളും, ഈ ലോകത്തുണ്ടായ ഓരോ പുരോഗതിയുടെയും അവകാശം അവർക്ക് അർഹതപ്പെട്ടതാണ്. ഈ ലോകത്തുണ്ടായ സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ശാസ്ത്രീയ രംഗത്ത്, സാമൂഹിക രംഗത്ത് ആ മുന്നേറ്റങ്ങളെ കെട്ടിപ്പടുത്തുണ്ടാക്കുമ്പോൾ അതിന്റെ ഓരോ മൺതരിയുടെയും അവകാശം അപരന്റെ നന്മയെക്കുറിച്ച് ചിന്തിച്ച, മറ്റുള്ളവന്റെ സൗകര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച, നാടിന്റെ നന്മയെക്കുറിച്ച് ആലോചിച്ച, സമൂഹത്തിന്റെ നന്മയെ സ്വപ്നം കണ്ട കടന്നുപോയ മഹാരഥന്മാരുടേതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരം ത്യാഗത്തിന്റെ ഏറ്റവും ഉദാത്തമായ, ഉത്തമമായ, ഉയർന്നു നിൽക്കുന്ന മകുടോദാഹരണമാണ്, മാതൃകയാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം എന്താണ് നേടിയത്? എന്തെല്ലാമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത്? സ്വന്തം കുടുംബത്തെ പിണങ്ങേണ്ടി വന്നു, സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിക്കേണ്ടി വന്നു. തന്റെ പിതാവിനോട് നടത്തുന്ന പ്രബോധനം അള്ളാഹു സൂറത്ത് മറിയമിലെ 45-46 ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. യാ അബതി, എന്റെ പൊന്നുപ്പ, ഇന്നി അഖാഫു അയ്യംസക അദാബും മിനർ റഹ്മാൻ ഫതകൂന ലിശ്ശൈത്വാനി വലിയ, നിങ്ങളെ അല്ലാഹുവിന്റെ ശിക്ഷ ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നിങ്ങളൊരു പിശാചിന്റെ കൂട്ടാളിയായി തീരുന്നതിന് ഞാൻ ഭയപ്പെടുകയാണ്. ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ലഇൻ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. ഇബ്രാഹിമേ, എന്റെ പൂർവികന്മാർ ആരാധിച്ചിരുന്ന, ഞാൻ കൊത്തുവടി ചെയ്തുണ്ടാക്കുന്ന, ആരാധിക്കുന്ന എന്റെ ആരാധ്യന്മാരെ നീ വെറുക്കുകയാണോ? ലഇൻ ലം തൻതഹി ലഅർജുമന്നക, ഞാൻ ഈ വീട്ടിൽ നിന്ന്, ഈ നാട്ടിൽ നിന്ന് നിന്നെ എറിഞ്ഞോടിക്കും. സ്വന്തം വാപ്പ കൈയൊഴിയുകയാണ്, സ്വന്തം കുടുംബത്തെ ത്യജിക്കേണ്ടി വരികയാണ്. സമൂഹത്തോട് ശക്തമായി സംവദിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം
ഭരണകർത്താക്കളോട് ശക്തമായി സംവദിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തെ ആകമാനം ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക്, തൗഹീദിന്റെ ഋജുമാർഗത്തിലേക്ക്, നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരായുസ് മുഴുവൻ ത്യാഗസമ്പൂർണമായ ജീവിതം നയിച്ച മഹാനായ പ്രവാചകന്റെ ചരിതമാണ് വിശുദ്ധ ഖുർആനിന്റെ ഇസ്ലാമിക ചരിത്രത്തിന്റെ അധ്യാപനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. പകരം എന്താണ് കിട്ടിയത്? ഫമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു ഖുതുലൂഹു ഔ ഹർഖൂഹു. അദ്ദേഹത്തിന്റെ സമൂഹത്തിന്റെ പ്രതികരണം ഇതായിരുന്നു: ഇബ്രാഹിമിനെ കൊല്ലുക, അല്ലെങ്കിൽ കരിച്ചു കളയുക. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെ വലിയ അഗ്നികുണ്ഡമുണ്ടാക്കി അതിലേക്ക് വലിച്ചെറിയുന്നതാണ് പിന്നീട് ചരിത്രത്തിൽ നാം കാണുന്നത്. അതിൽ നിന്ന് അല്ലാഹുവിന്റെ അപാരമായ സംരക്ഷണം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുന്നു, നാട് വിട്ടുപോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മൈലുകൾ താണ്ടി, കിലോമീറ്ററുകൾ താണ്ടി, ദിവസങ്ങൾ എടുക്കുന്ന, മാസങ്ങൾ എടുക്കുന്ന യാത്ര. ഇറാഖിലെ ബഗ്ദാദിന്റെ സമീപത്തെ ഔർ നഗരത്തിൽ ജനിച്ച് ജീവിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം പിന്നീട് മക്കയിലേക്ക് കടന്നു വരികയാണ്. അവിടെ നിന്ന് ഫലസ്തീനിലേക്ക് യാത്ര പോവുകയാണ്. അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്ത് ത്യാഗത്തിന് സന്നദ്ധനായി, സഹനത്തിന് സന്നദ്ധനായി, കുടുംബത്തോടൊപ്പം മൈലുകൾ താണ്ടിയുള്ള യാത്രയാണ്. മക്കയിലെത്തി ഇസ്മായിലിന്റെ ജനനമുണ്ടായി. ഇസ്മായിൽ അലൈഹിസ്സലാമയെ, ഹാജറിനെ മക്കയിൽ ഉപേക്ഷിച്ചു പോകാൻ അല്ലാഹു ആവശ്യപ്പെട്ടപ്പോ തന്റെ ജീവിതത്തിലെ സൗകര്യങ്ങളെക്കുറിച്ച്, ആസ്വാദനങ്ങളെക്കുറിച്ച്, തന്റെ ഇഷ്ടങ്ങളെക്കുറിച്ച്, തന്റെ ഇച്ഛകളെക്കുറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ബേജാറുണ്ടായിട്ടില്ല, ആശങ്കകൾ ഉണ്ടായിട്ടില്ല, ഭയമുണ്ടായിട്ടില്ല. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈറ ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹുവേ, നിന്റെ പരിപാവനമായ വീടിന്റെ പരിസരത്ത് കൃഷിയില്ലാത്ത, വെള്ളമില്ലാത്ത ഒരു താഴ്വരയിൽ ഒട്ടക്കുന്നുകൾ നിറഞ്ഞു നിൽക്കുന്ന മരുഭൂമിയുടെ എല്ലാ ഭയാനകതയും ഉൾക്കൊള്ളുന്ന ഈ മണ്ണിലിതാ ഞാൻ എന്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് കടന്നു പോവുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുമ്പോ ഭാര്യ വിളിച്ച് ഹാജർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രതികരിക്കുന്നില്ല. അല്ലാഹു അമറക ബിഹാദാ, ഇബ്രാഹിമേ, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണോ നിങ്ങൾ പോകുന്നത്? സഹോദരിമാരെ, നിങ്ങൾക്ക് വലിയ മാതൃകയുണ്ട് ഹാജറിൽ, നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ഹാജറിൽ. ഇബ്രാഹിം നബിയോടുള്ള ചോദ്യം എന്താണ്? അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണോ നിങ്ങൾ പോകുന്നത്? പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അതെ, അല്ലാഹുവിന്റെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ടാണ് നിന്നെയും ഇസ്മായിലിനെയും ഈ മക്കയുടെ മരുഭൂമിൽ ഒട്ടക്കുന്നുകൾക്കിടയിൽ കഅബയുടെ അസ്ഥിവാരം ഒളിഞ്ഞു കിടക്കുന്ന ഈ മണ്ണിൽ ഉപേക്ഷിച്ച് ഞാൻ പോകുന്നത്. എന്നാൽ അല്ലാഹു ഞങ്ങളെ കൈവിടുകയില്ല, കൈയൊഴിയുകയില്ല എന്ന തവക്കുലിന്റെ, ഈമാനിന്റെ, തൗഹീദിന്റെ, ആത്മവിശ്വാസത്തിന്റെ, പ്രബോധകനായ പ്രവാചകനോടുള്ള സഹകരണത്തിന്റെ വലിയ മാതൃകയാണ് ഹാജറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുട്ടിയെ അറുക്കാൻ പറഞ്ഞു, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. മോനെ, നിന്നെ അറുക്കണമെന്നാണ് അല്ലാഹു പറയുന്നത്, ഞാനിതാ അതിനൊരുങ്ങുകയാണ്, എന്താണ് നിന്റെ അഭിപ്രായം? ഇഫ്അൽ മാ തുഅമർ. അല്ലാഹുവിന്റെ പ്രവാചകരായ അങ്ങ് എന്താണോ അല്ലാഹു ആവശ്യപ്പെട്ടത് അത് നിർവഹിക്കുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഞാൻ ക്ഷമിച്ചോളാം വാപ്പ, ഞാൻ ക്ഷമിച്ചോളാം എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. നിങ്ങൾ അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുക. ഞാൻ പറയുന്നത് ത്യാഗത്തിന്റെ, സ്വന്തം മകനെ സ്വന്തം കൈകൊണ്ട് കഴുത്തറുക്കുക എന്നതിനേക്കാൾ വലിയ ത്യാഗത്തിന്റെ വലിയ ഉദാഹരണം മറ്റെന്താണുള്ളത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അതിന് സന്നദ്ധമാവുകയാണ്. സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും ഒരു മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകാൻ അല്ലാഹു ആവശ്യപ്പെടുമ്പോ അതിനേക്കാൾ വലിയ ത്യാഗത്തിന്റെ മറ്റെന്തു വഴിയാണ് നമുക്ക് കാണാൻ സാധിക്കുക? അതിന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സന്നദ്ധനാവുകയാണ്. ബഗ്ദാദിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്രക്ക് അല്ലാഹു ആവശ്യപ്പെടുമ്പോ, മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്കുള്ള യാത്ര അല്ലാഹു ആവശ്യപ്പെടുമ്പോ ഒരു മടിയുമില്ലാതെ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ആ ത്യാഗവും സഹനവുമാണ് ഈ ബലിപെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതൃകയെ പിന്തുടരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നു. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു നൽകിയ സർട്ടിഫിക്കറ്റുകളുണ്ട്, അല്ലാഹു നൽകിയ സാക്ഷ്യപത്രങ്ങൾ എത്രയാണ്? വ ഇബ്രാഹിമല്ലദീ വഫാ,
ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ച ഇബ്രാഹിം മനുഷ്യന്റെ പരലോകത്തെ കണക്ക് നോക്കി കിതാബ് പരിശോധിച്ച് ഇയാൾ നന്ദി ചെയ്തോ ഇല്ലയോ എന്ന് അവിടെയാണ് ഉത്തരം ലഭിക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് അള്ളാഹു ഇഹലോകത്ത് വെച്ച് തന്നെ പറഞ്ഞു, എല്ലാ ഉത്തരവാദിത്തങ്ങളും അള്ളാഹുവിനോടുള്ള കടമകൾ അഖിലവും പൂർത്തീകരിച്ച പ്രവാചകൻ എന്ന് സൂറത്തുൻ നജ്മിലെ 37-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു. ഇബ്രാഹിമിന്റെ രക്ഷിതാവ് പരീക്ഷിക്കുകയുണ്ടായി. എന്നാൽ ആ പരീക്ഷണങ്ങളെയെല്ലാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പൂർത്തീകരിച്ചുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫൈ ചെയ്യുകയാണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ്. ഇബ്രാഹിം ഒരു വ്യക്തിയായിരുന്നില്ല, ഇബ്രാഹിം ഒരു ഉമ്മത്തായിരുന്നു എന്ന് ആ മഹാനായ പ്രവാചകൻ അലൈഹിസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. വത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫ. ലോകാവസാനം വരെയുള്ള ഓരോ മനുഷ്യരോടും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെയുള്ള ഓരോ മനുഷ്യനോടും ആ ഇബ്രാഹിമിന്റെ മില്ലത്ത് പിന്തുടരണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. വമയ്യറബ് അം മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സ. ഇബ്രാഹിമിന്റെ മില്ലത്തിനെ, ഇബ്രാഹിമിന്റെ ജീവിതചര്യയെ, ഇബ്രാഹിമിന്റെ ആദർശത്തെ, ഇബ്രാഹിമിന്റെ മതത്തെ വിഡ്ഢികളല്ലാതെ ആരാണ് വെറുക്കുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുകയാണ്. ആ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതത്തെ അനുധാവനം ചെയ്യാനാണ്, അനുകരിക്കാനാണ്, പിന്തുടരാനാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആ ഒരു മാതൃകയെ അനുധാവനം ചെയ്തതിന്റെ മറ്റൊരു ജീവിതമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാം ഉപേക്ഷിച്ചു അല്ലേ? ഏതൊക്കെ പിന്നെ പ്രയാസങ്ങൾക്ക്, പരീക്ഷണങ്ങൾക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിധേയനായി എന്തെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. വീടുപേക്ഷിക്കേണ്ടി വന്നു, നാടുപേക്ഷിക്കേണ്ടി വന്നു, പിറന്ന മണ്ണുപേക്ഷിക്കേണ്ടി വന്നു, മദീനയിലേക്ക്, യസ്രിബിലേക്ക് യാത്ര പോകേണ്ടി വന്നു. മക്കയുടെ മണ്ണേ, ഇന്നക്കി ഖൈറു അർളില്ലാ, അല്ലാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും പവിത്രമായ ഉത്തമമായ മണ്ണാണ് നീ. ലൗലാ ഉഖരിജ്തു മാ ഖറജ്ത്. ഈ മക്കക്കാർ എന്നെ ആട്ടിയോടിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടം വിട്ടു പോകുമായിരുന്നില്ല. പ്രവാചകന്റെ വേദനയോടെയുള്ള വാക്കുകൾ ഹിജ്റയുടെ ദിവസങ്ങളിൽ, നിമിഷങ്ങളിൽ നമ്മൾ കേൾക്കുകയാണ്. മക്കയിലേക്ക് ഹജ്ജിന് വരുന്ന, മക്കയിൽ താമസിക്കുന്ന, മക്കയുടെ പരിസരങ്ങളിലുള്ള 85ഓളം ഗോത്രങ്ങളോട് പ്രവാചകൻ സഹായം ചോദിച്ചു. ഇവിടെ നിൽക്കാൻ, മക്കയിൽ താമസിക്കാൻ, പിറന്ന മണ്ണിൽ ജീവിക്കാൻ. പക്ഷേ ഒരു ഹിജ്റക്ക് തയ്യാറാകേണ്ടി വന്നു. നാടുപേക്ഷിക്കുകയാണ്, വീടുപേക്ഷിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റുവാങ്ങിയ പരീക്ഷണങ്ങൾ എന്തെല്ലാമാണ്, എന്തെല്ലാം തരത്തിലുള്ള വിശപ്പിന്റെ, ദാരിദ്ര്യത്തിന്റെ കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. പ്രവാചകൻ മാത്രമാണോ? പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ജീവിതം എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ തബൂക്കിന്റെ യുദ്ധഭൂമിയിലേക്ക് സമ്പത്ത് ശേഖരിക്കുമ്പോ തന്റെ കയ്യിലുള്ളതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റേത് ആ ത്യാഗത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്, ആ സഹനത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്. വൈകല്യങ്ങൾ ഉണ്ടായിരുന്ന, യുദ്ധത്തിൽ ഇളവ് നൽകപ്പെട്ടിരുന്ന മഹാനായ അംർ ഇബ്നുൽ ജവാഹ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ 4 മക്കൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്, എനിക്ക് പ്രായമായി, എനിക്ക് ശാരീരികമായ വൈകല്യങ്ങളുണ്ട്, യുദ്ധത്തിൽ ഇളവ് നൽകപ്പെട്ടയാളാണ്, പക്ഷേ ഇന്നി റാഗിബുൻ ഫീ ഷഹാദ, ഞാനിതാ ഒരു രക്തസാക്ഷ്യം ആഗ്രഹിക്കുന്നു, എനിക്ക് അനുവാദം നൽകണം. അല്ലാഹുവിന്റെ പ്രവാചകനോട് തർക്കിക്കുകയാണ് സൈന്യത്തിൽ ചേരാൻ, യുദ്ധത്തിൽ പങ്കെടുക്കാൻ. അല്ലെ, പ്രായമേറെ ചെറുതായിരുന്നിട്ടും മഹാനായ ഉമർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു 14കാരൻ കരഞ്ഞു വാശി പിടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ബദറിന്റെ സൈന്യത്തിൽ അണിചേരാൻ വേണ്ടിയാണ്, ബദറിന്റെ സൈന്യത്തിൽ അണിചേരാൻ വേണ്ടിയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് യാത്ര പോയത് എന്തിനു വേണ്ടിയാണ്? മക്കയിൽ ജനിച്ച, മദീനയിൽ ജീവിച്ച മഹാരഥന്മാരായ സ്വഹാബി വര്യന്മാരുടെ ഖബറുകൾ കൂഫയിലും ബസറയിലും ഷാമിലും ഫലസ്തീനിലും ആഫ്രിക്കൻ നാടുകളിലും ഒക്കെ ഉണ്ടായത് എങ്ങനെയാണ്? എങ്ങനെയാണ് സംഭവിച്ചത്? അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്ത് വന്നു നിന്നുകൊണ്ട് ഇതാ ഈ അലയടിച്ചുയരുന്ന കടലിനപ്പുറം ഒരു ലോകമുണ്ടെങ്കിൽ ഞാൻ അവിടേക്ക് ദഅവത്തിന് വേണ്ടി പോകുമെന്ന് പ്രഖ്യാപിക്കുന്ന താബിഈകൾ ഉണ്ടായത് എങ്ങനെയാണ്? അത് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്യാഗത്തിന്റെ, സഹനത്തിന്റെ മാതൃകകളെ ഉൾക്കൊള്ളുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി
അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? യാത്രകളുടേതായിരുന്നു, സഞ്ചാരങ്ങളുടേതായിരുന്നു. ബുഖാറയിൽ ജനിച്ചു വീണ ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹം തന്റെ 14ാമത്തെ വയസ്സിൽ കുടുംബത്തോടൊപ്പം മക്കയിലേക്ക് വരികയാണ്. പിന്നീട് മക്കയിൽ വർഷങ്ങളോളം താമസിക്കുകയാണ്. ബുഖാറയിൽ നിന്ന് പിന്നെ മക്കയിലേക്ക്, ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള ആ പരിസരങ്ങളിലാണ് ബുഖാറയുള്ളത്. അവിടെ നിന്ന് മക്കയിലേക്ക് വന്ന് വർഷങ്ങൾ അവിടെ താമസിക്കുകയാണ്. അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് ഷാമിലേക്ക്, സിറിയയിലേക്ക് പോവുകയാണ്, ഈജിപ്തിലേക്ക് പോവുകയാണ്, ബഗ്ദാദിലേക്ക് പോവുകയാണ്, കൂഫയിലേക്ക് പോവുകയാണ്, ബസ്രയിലേക്ക് പോവുകയാണ്. ബസ്രയിൽ 5 കൊല്ലം വീണ്ടും അദ്ദേഹം താമസിക്കുകയാണ്. അവിടെ നിന്ന് ബൽഹിലേക്ക്, മറുവിലേക്ക്, റയ്യിലേക്ക്, ദമസ്കസിലേക്ക്, ഹെംസിലേക്ക്, അസ്കലാനിലേക്ക്, നൈസാബൂരിലേക്ക്. ഇത് ഈ പട്ടാമ്പിയുടെ പരിസരത്തുള്ള ഏതെങ്കിലും ഗ്രാമങ്ങളെയോ നഗരങ്ങളെയോ പറയുന്നതല്ല. ഓരോ വൻ നഗരങ്ങളും തമ്മിലുള്ള ബസ്രയും കൂഫയും ബഗ്ദാദും മിസ്റും ദമസ്കസും അസ്കലാനും നൈസാബൂരും എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിക വൈജ്ഞാനികങ്ങളുടെ സ്രോതസ്സുകളാണ്. മഹാപണ്ഡിതന്മാർ കടന്നുപോയ നാടുകളാണ്. പ്രവാചകന്റെ ഹദീസുകളുമായി സ്വഹാബിമാർ വന്ന ഇടങ്ങളാണ്. ഹദീസ് തേടിയുള്ള യാത്രയാണ്. ഓരോ യാത്രയും 1000-ഉം 2000-ഉം 3000-ഉം 4000-ഉം 5000-ഉം കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. ഒരു പുരുഷായുസ് കൊണ്ട്, ഒരു മനുഷ്യജന്മം കൊണ്ട്, കുടുംബമില്ലാതെ ദീനിനു വേണ്ടി, ഹദീസുകൾ സമ്പാദിക്കാൻ വേണ്ടി, വിജ്ഞാനം ആസ്വദിക്കുന്നതിന് വേണ്ടി, അന്വേഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ആ യാത്രക്ക് പിന്നിലെ സഹനത്തിന്റെ, ത്യാഗത്തിന്റെ മാതൃക മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകന്റെ സ്വഹാബത്താണ്. അങ്ങനെ ജീവിച്ചവർക്കാണ് സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ ലോകത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആനിനേക്കാൾ, അത് കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മുസ്ലിങ്ങൾ ആദരിക്കുന്ന ഗ്രന്ഥമെന്ന് ഇമാം ബുഖാരിയുടെ ഗ്രന്ഥത്തിന് സഹീഹുൽ ബുഖാരിക്ക് പേര് വന്നത് വെറുതെയല്ല. അതിന്റെ പിന്നിൽ ഒരു വലിയ സ്നേഹത്തിന്റെ, ഒരു സഹനത്തിന്റെ, ത്യാഗത്തിന്റെ ചരിത്രമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. നമുക്കും ചിലത് ചെയ്യാനുണ്ട്. ലോകത്താരൊക്കെ എന്തെങ്കിലും ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ പേരുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവർ വലിയ സഹനത്തിന് സന്നദ്ധരായ ആളുകളാണ്. മർഹൂം സയ്യിദ് മൗലവിയുടെ ചരിത്രം നമ്മൾ കേൾക്കാറുണ്ട്. 6 മാസത്തിലൊരിക്കലാണ് അദ്ദേഹം വീട്ടിലുണ്ടാവുക. അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടു, അദ്ദേഹത്തിന്റെ കുടുംബജീവിതം എങ്ങനെയായിരിക്കും അദ്ദേഹം കുട്ടികളെയും കുടുംബത്തെയും പരിപാലിക്കുന്നത്. അതിന് പറഞ്ഞെന്താ അറിയോ? അദ്ദേഹം വരുന്ന ദിവസങ്ങളിൽ വീടൊരു ഉത്സവ പ്രതീതിയായിരിക്കും. വീട്ടിലെത്തി പിന്നീട് തിരിച്ചു വരുന്ന മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രകളാണ്. തൗഹീദിന്റെ പ്രചാരണത്തിന് വേണ്ടി, സുന്നത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി ഏറുകൾ, കല്ലേറുകൾ ഏറ്റുവാങ്ങി, മാലപ്പടക്കം തോൾ ചുമലിൽ ഏറ്റുവാങ്ങി, അടുക്കുചാലിലേക്ക് വലിച്ചെറിയപ്പെട്ട വളരെ ത്യാഗപൂർണമായ ഒരു ചരിത്രം നമ്മൾ കേൾക്കുമ്പോ, അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് മാസങ്ങൾ കഴിഞ്ഞായിരിക്കും. വീട് വിട്ടു നിൽക്കുന്ന ആ കാലം അത്രയും ഭാര്യയ്ക്കും കുടുംബത്തിനും ഓർക്കാനുള്ള സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ഒരു ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുമെന്നാണ് ഷെയ്ഖ് മുഹമ്മദ് മൗലവി എന്ന ഒരു മഹാനായ മനുഷ്യൻ കേരളത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. കേരളത്തിലെ ആധുനിക മുഹദ്ദിസ് എന്ന് പറയാവുന്ന ഹദീസ് വിജ്ഞാനീയങ്ങൾക്ക് വലിയ സംഭാവനകൾ അർപ്പിച്ച മഹാനായ ഒരു പണ്ഡിതനായിരുന്നു. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന ഏറെക്കുറെ എല്ലാ ജാമിയകളുടെയും, ജാമിഅ നദവിയ, സലഫിയ, മദീനത്തുൽ ഉലൂം പോലെയുള്ള അറബി കോളേജുകളുടെയും പ്രിൻസിപ്പളായി അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു അക്കാഡമീഷ്യനായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്നപ്പോ അതിന്റെ 1ാമത്തെ ഓറിയന്റൽ ഭാഷകളുടെ ഡീനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ സ്മരണികയിൽ പിൽക്കാലത്ത് ജീവിച്ച, അദ്ദേഹത്തെ അറിയുന്ന ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ എഴുതുന്ന ഒരു വാചകമുണ്ട്. അദ്ദേഹം തന്റെ ജീവിതം സമുദായത്തിന് നൽകി. എത്രയെന്നറിയാമോ? അദ്ദേഹത്തിന്റെ വെള്ളിയാഴ്ചകളും അദ്ദേഹത്തിന്റെ പെരുന്നാൾ ദിവസങ്ങൾ പോലും സമുദായം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് അപഹരിച്ചെടുത്തുവെന്നാണ്. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെ തേടി ജീവിക്കുകയാണ്. നമ്മുടെ ആസ്വാദനങ്ങൾ അന്വേഷിച്ച് ജീവിക്കുകയാണ്. നമ്മുടെ ഇച്ഛകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ജീവിതത്തിലെ മിക്കവാറും ആളുകളുടെ എല്ലാ ജീവിതത്തിലെ സർക്കസുകളെയും. ഇതിനു വേണ്ടിയാണ്
ആസ്വദിക്കണം, സന്തോഷിക്കണം, ആഘോഷിക്കണം, എല്ലാം ഉത്സവമാക്കണം, എല്ലാം കളറാകണം. അതിനപ്പുറം എന്ത് അജണ്ടകളാണ് സുഹൃത്തുക്കളെ നമുക്കുള്ളത്? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ ഒരുപാടുണ്ട് ഇവിടെ, നമുക്ക് നിർവഹിക്കാൻ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ഇവിടെ. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചാരണത്തിന്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനത്തിന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന രൂക്ഷമായ വിമർശനങ്ങൾക്ക് ആരാണ് പ്രതികരണം നൽകുക? ആരാണ് മറുപടി പറയുക? ഇസ്ലാമോഫോബിയ, അതിശക്തമായ ഇസ്ലാമിനെ പേടി സമൂഹത്തിന്റെ മനസ്സിൽ കുത്തിവെക്കാൻ ലോകത്ത് ബില്യൺ കണക്കിന്, ട്രില്യൺ കണക്കിന് ഡോളറുകൾ ചെലവഴിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആയിരക്കണക്കിന് മീഡിയകൾ, ടെലിവിഷൻ ചാനലുകൾ, ലക്ഷക്കണക്കിന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, നൂറുകണക്കിന് പുസ്തകങ്ങൾ ഓരോ ദിവസവും നമ്മൾ കാണുകയാണ്. അവർ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? വിശുദ്ധ ഖുർആനിനെയാണ്, പ്രവാചകനെയാണ്, ഇസ്ലാമിനെയാണ്, മുസ്ലിം സമൂഹത്തെയാണ്. ആരാണ് ദീനിന്റെ നന്മയുടെ മുഖം ലോകത്തിന് പരിചയപ്പെടുത്തുക? ആരാണ് ഇസ്ലാം എന്ന ദൈവീക മതത്തെ അതിന്റെ തനതായ രൂപത്തിൽ ഈ മാനവ സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറയുക? നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ബാധ്യതയാണ്. ആ മേഖലയിൽ പല പല പരീക്ഷണങ്ങൾ നമുക്കുണ്ടാകും. ആ പരീക്ഷണങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു സമീപനം നമ്മുടെ നിലപാടുകൾ മാറ്റാൻ ഒരിക്കലും കാരണമായി കൂടാ. എന്റെ നിലപാട് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അയാൾ ഇങ്ങനെ പറഞ്ഞു, മറ്റാൾ ഇങ്ങനെയുണ്ടായി, ആ മീറ്റിംഗ് അങ്ങനെയായി എന്നൊക്കെ പറഞ്ഞ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനല്ല, മറിച്ച് അതെന്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന പ്രതിസന്ധിയാണ്, പരീക്ഷണമാണ്. അല്ലാഹു എത്ര കണ്ട് ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് എന്നെ പരീക്ഷിക്കുകയാണ് എന്ന തിരിച്ചറിവുണ്ടായി നന്മയുടെ മാർഗത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ പ്രവാചകന്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെങ്കിലോ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മൾ 1400 വർഷങ്ങൾക്കപ്പുറം പ്രവാചകനോടൊപ്പമാണ് ജീവിക്കുന്നതെങ്കിലോ, നാം ജീവിക്കുന്നത് ആ ബദറുണ്ടായ കാലത്താണെങ്കിലോ, നാം ജീവിക്കുന്നത് ആ ഉഹദുണ്ടായ കാലത്താണെങ്കിലോ, നാം ജീവിക്കുന്നത് ഖന്തക്ക് സംഭവിച്ച കാലഘട്ടത്തിലായിരുന്നുവെങ്കിലോ, നാം ജീവിക്കുന്നത് തബൂക്കുണ്ടായ മുഅത്തയുണ്ടായ ആ കാലഘട്ടത്തിലാണെങ്കിലോ, നമ്മുടെ സമ്പത്ത് നമ്മൾ നൽകണ്ടേ? നമ്മുടെ ജീവൻ നൽകാൻ സന്നദ്ധരായി പ്രവാചകന്റെ കൂടെ നമ്മൾ ഇറങ്ങിത്തിരിക്കണ്ടേ? നമ്മുടെ ആയുസ് നമ്മൾ സമർപ്പിക്കണ്ടേ? നമ്മുടെ വീട്ടിലുള്ളതെല്ലാം പെറുക്കിയെടുത്ത് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ച ഇറങ്ങിപ്പോകേണ്ടവരല്ലേ നമ്മൾ? പിന്നെ ആരെയാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്? എന്താണ് നമുക്ക് തടസ്സം? ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ ആയുസ്സിന്റെ നല്ലൊരു ഭാഗം അല്ലാഹുവിന് നൽകാൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ സമ്പത്തിന്റെ നല്ലൊരു വിഹിതം ഫീ സബീലില്ലാഹിൽ സമർപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബിയെ ഓർക്കാൻ അവർക്ക് അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് യോഗ്യതയുള്ളത്. ഇസ്മായിൽ നബിയുടെ ചരിത്രമായവർക്കാൻ അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് യോഗ്യതയുള്ളത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപ്പാടുകൾ അനുധാവനം ചെയ്യുന്ന ആ പ്രവാചകന്റെ അഹ്ലുകാരനാണ് ഞാൻ, ആ പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ടവനാണ് ഞാൻ എന്ന് പറയാനുള്ള യോഗ്യതയുള്ളവര് അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ്. അതുകൊണ്ട് നമ്മുടെ യുവത്വവും, നമ്മുടെ നല്ല കാലവും, നമ്മുടെ ആരോഗ്യവും, നമ്മുടെ സമ്പത്തും, നമ്മുടെ ജീവിതവും അതിന്റെ നല്ലൊരു വിഹിതം അല്ലാഹുവിന്റെ മാർഗത്തിലായിരിക്കട്ടെ എന്ന വലിയ ഒരു സന്ദേശം ഇബ്രാഹിം നബിയുടെ ജീവിതത്തെ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ, നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ പറയുന്ന സഹോദരൻ, നമ്മെ ചെറിയ ചെറിയ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന, മാറി നിൽക്കുന്ന അവസ്ഥാവിശേഷം ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നോക്കൂ, ഹുനൈനിന്റെ യുദ്ധഭൂമിയിലേക്ക് പോകുമ്പോ മുനാഫിഖുകളായ ആളുകളുടെ വാക്കുകളെ വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്ത് പരിചയപ്പെടുത്തി തരികയാണ്. വഇദ് യഖൂലുൽ മുനാഫിഖൂൻ വല്ലദീന ഫീ ഖുലൂബിഹിം മറദ് മാ വഅദന അല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറാ. മനസ്സിൽ രോഗമുള്ള മുനാഫിഖുകളായ കപടന്മാരായ ആളുകൾ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ ചതിക്കുകയാണ്. വഇദ് ഖാലത് ത്വായിഫത്തും മിൻഹും യാ അഹ്ല യസ്രിബ് ലാ മുഖാമ ലക്കും. അവർ പറയാണ്, യസ്രിബുകാരെ, മദീനക്കാരെ, നിങ്ങൾക്ക് നിലനിൽപ്പില്ലട്ടോ, നിങ്ങൾ യുദ്ധത്തിന് പോകണ്ട, നിങ്ങൾ പരാജയപ്പെടും. നന്മകളെ പിന്നിൽ നിന്ന് തുരങ്കം വെക്കുകയാണ്,
പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നിരുത്സാഹപ്പെടുത്തുകയാണ്. ഫർജിഊ, നിങ്ങൾ തിരിച്ചു പോവുക. എന്നിട്ട് അവർ അല്ലാഹുവിന്റെ പ്രവാചകനോട് അനുവാദം ചോദിക്കാം. എന്താ പറയുന്നത്? വയസ്തഅ്ദിനു ഫരീഖും മിൻഹുമുൻ നബിയ്യ യഖൂലൂന ഇന്ന ബുയൂതനാ ഔറ വമാ ഹിയ ബിഔറ ഇൻ യുരീദൂന ഇല്ലാ ഫിറാറ. ഞങ്ങൾക്ക് യുദ്ധത്തിന് വരാൻ കഴിയില്ല, ഞങ്ങളുടെ വീടുകളിൽ ആളില്ല, ഞങ്ങളുടെ കുടുംബം ഒറ്റക്കാകും, എന്റെ ഭാര്യ തനിച്ചാകും, എന്റെ മക്കൾ ഒറ്റക്കാകും, അതുകൊണ്ട് തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് അനുവാദം തരണം. അല്ലാഹു പറയാണ് അവരുടെ വീടുകളിൽ ആളില്ലാത്തത് കൊണ്ടല്ല മടങ്ങിപ്പോകണമെന്ന് അവർ ആവശ്യപ്പെടുന്നത്. എന്താണ് പിന്നെ? ഈ യുരീദൂന ഇല്ലാ ഫിറാറ, അവർ ഒളിച്ചോടുകയാണ്, അവർ പിന്മാറുകയാണ്, അവർ പിന്തിരിഞ്ഞു പോവുകയാണ് എന്ന് പറയുന്നത്. ഇല്ലാത്ത കാരണങ്ങൾ വികസിപ്പിച്ചുണ്ടാക്കി റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ ഒരിക്കലും നമ്മുടെ മനസ്സത്തരം ആ നിലക്ക് ചിന്തിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി ഓർക്കുമ്പോ, ഇസ്മായിൽ നബി ഓർക്കുമ്പോ, സഹോദരിമാരെ ഹാജറിനെ ഓർക്കുമ്പോ ത്യാഗത്തിന് സന്നദ്ധരാണോ? സഹനത്തിന് സന്നദ്ധരാണോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ എന്താണ് നൽകിയത് എന്ന ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അറിയോ, സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും ആയിഷ റളിയല്ലാഹു അൻഹുവിനെയും ചേർത്തുകൊണ്ട് ഒരപവാദ പ്രചരണം ഉണ്ടായി. എന്തായിരുന്നു കാരണം? യുദ്ധഭൂമിയിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ സഫ്വാൻ റളിയല്ലാഹു അൻഹു തബൂക്കിന്റെ യുദ്ധഭൂമിയിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴതാ അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ ഇരിക്കുകയാണ്. സഫ്വാൻ റളിയല്ലാഹു അൻഹു മആദല്ലാഹ് എന്ന് പറഞ്ഞു. ഒരു വഴിയുമില്ല, തന്റെ ഒട്ടകപ്പുറത്ത് കയറ്റി യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആളുകൾ പലതും നുണക്കഥകൾ പെരുപ്പിച്ച് പറഞ്ഞുണ്ടാക്കി, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി. നോക്കൂ, എന്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ യുദ്ധക്കളത്തിലെത്തി? സഹോദരിമാര് ചിന്തിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ യുദ്ധക്കളത്തിലെത്താനുള്ള കാരണമെന്ത്? അല്ലാഹുവിന്റെ മാർഗത്തിലെ ത്യാഗവും സഹനവും പുരുഷന്മാരുടേത് മാത്രമല്ല, അത് സ്ത്രീകളുടേതു കൂടിയാണ്. ജമൽ യുദ്ധം കേട്ടിട്ടില്ലേ? വളരെ സങ്കടകരമായ, വിശ്വാസികൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കുന്ന ചരിത്രത്തിൽ ഒരു അധ്യായമാണ്. പക്ഷേ ആ യുദ്ധക്കളത്തിൽ ഒട്ടകപ്പുറത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പങ്കെടുത്തത് കൊണ്ടാണ് ആ യുദ്ധത്തിന് ജമൽ യുദ്ധം എന്ന പേര് വന്നത്. യർമൂക്ക് യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാന നാളുകളിൽ ആരംഭിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അവസാനിക്കുന്ന മുസ്ലിം സമൂഹത്തിന് വലിയ വിജയം നേടിക്കൊടുത്ത, ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വലിയ ഭീഷണിയായി ഇസ്ലാമിക രാജ്യത്തോട് ചേർന്ന് നിന്നിരുന്ന റോമൻ സൈന്യത്തെ കീഴ്പ്പെടുത്തിയ യുദ്ധമായിരുന്നത്. അത് ഖൻസ റളിയല്ലാഹു അൻഹ അറബി സാഹിത്യത്തിലെ വലിയ ഒരു സംഭാവന നൽകിയ, അവരുടേതാണ് അറബി സാഹിത്യത്തിലെ ഏറ്റവും മികച്ച വിലാപകാവ്യം എന്ന് പറയുന്നത്. അവരുടെ സഹോദരങ്ങൾ യുദ്ധത്തിൽ മരിച്ചു വീണപ്പോ വിലപിച്ചു പാടിയ പാട്ടാണ് ലോകത്തെ ഏറ്റവും മികച്ച അറബി സാഹിത്യത്തിലെ വിലാപകാവ്യം. എന്നാൽ യർമൂക്കിന്റെ യുദ്ധക്കളത്തിൽ തന്റെ 4 മക്കളാണ് രക്തസാക്ഷിയായത്. ഒരാളെ മരിച്ചു വീണപ്പെടുത്താളെ പറഞ്ഞേക്കുകയാണ്. യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നവരെ തടഞ്ഞു നിർത്താൻ യുദ്ധഭൂമിയിൽ അവരിറങ്ങുകയാണ്. പറയുന്നത് സഹോദരിമാർക്കും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും വലിയ അവസരങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലുണ്ട് എന്നത് മറന്നു പോകരുത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഐഹിക ജീവിതം ഏറ്റവും അർത്ഥപൂർണമായി നാളെ പരലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ആ ജീവിതമാക്കി മാറ്റാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീക്കിക്കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ധാരാളം വിശ്വാസ സഹോദരങ്ങൾ നമുക്കുണ്ട്. ഫലസ്തീനിന്റെ മണ്ണിൽ, യമനിന്റെ മണ്ണിൽ, മറ്റു ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിശ്വാസ സമൂഹം ആക്രമിക്കപ്പെടുകയാണ്. വിശ്വാസ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ ഇടിഞ്ഞു തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ പെരുന്നാൾ നമസ്കരിക്കുന്ന ഫലസ്തീനിന്റെ ഗസയുടെ മണ്ണിൽ നിന്നുള്ള ചിത്രം, ഇന്നലെ വന്ന ചിത്രങ്ങൾ കരളലിയിക്കുന്നതാണ്. അള്ളാഹു അവർക്കെല്ലാവർക്കും രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് വിജയവും സംരക്ഷണവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഈ പള്ളിയിൽ
ഇതിന്റെ നിർമ്മാണത്തിൽ, ഇതിന്റെ പരിപാലനത്തിൽ വലിയ സേവനങ്ങൾ അനുഷ്ഠിച്ചിരുന്ന ധാരാളം ആളുകൾ കഴിഞ്ഞ പെരുന്നാളുകളിൽ ഇതേപോലെ ഈ പള്ളിയിലും പള്ളിമുറ്റത്ത് കാലാവസ്ഥ അനുകൂലമാകുന്ന സമയങ്ങളിൽ ഈദ്ഗാഹുകളിലും നമ്മോടൊപ്പം പങ്കുചേർന്നിരുന്ന ഒട്ടേറെ ആളുകൾ ഇവിടെ കടന്നുപോയി. പ്രായം ചെന്ന മനുഷ്യരുടെ മുഖങ്ങൾ നമ്മൾ ഇവിടെ ഓർക്കുന്നുണ്ടാകും. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ, അള്ളാഹു എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. اللهم انصر اخواننا في فلسطين. اللهم انصر اخواننا المسلمين في فلسطين. اللهم انصر اخواننا الفلسطين في كل مكان. اللهم انقذهم من الظلمات. اللهم انقذهم من الطغاة. اللهم انصرهم نصرا عزيزا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.